ഹലോ. അപ്പോൾ തമ്മിൽ കണ്ട മാതിരി തന്നെ ഒരു ഞായറാഴ്ച ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ രാവിലെ എണീച്ചപ്പോൾ തന്നെ ആദ്യം തന്നെ തലേന്ന് അരച്ച് വെച്ച മാവ് പുളിച്ചിട്ടുണ്ടോയെന്നായിരുന്നു ചെക്ക് ചെയ്യൽ. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ പുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനകത്തേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് അതൊന്ന് റെഡിയാക്കി എടുത്തു. അപ്പോൾ ഇന്നത്തെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് നമുക്ക് ബിരിയാണി വെക്കണം. അപ്പോൾ ബിരിയാണി വെച്ചപ്പോൾ എന്താ പറ്റിയെന്നുള്ളത് ഞാൻ തമ്മിലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ബിരിയാണിയൊക്കെ ആയിരുന്നു. ഞാൻ എപ്പോൾ ബിരിയാണി ആയിട്ട് ഒരുമിച്ച് ദമ്മിട്ട് വച്ചാലും അത് കുഴഞ്ഞു ഒരു ഇച്ചിരി വെന്ത് അധികമായി പോവലാണ് പതിവ്. പക്ഷേ ഈ തവണ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടും അത് വീണ്ടും കുഴഞ്ഞു പോകേണ്ട അവസ്ഥ വന്നു. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നമ്മൾ വെള്ളത്തിലേക്ക് ഉപ്പിട്ടില്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് ചോറെല്ലാം വെന്തതിന് ശേഷം ഉപ്പിടുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യേണ്ടി വരുമല്ലോ. ആ ഒരു മിക്സിങ്ങിൽ ചോറ് മൊത്തത്തിൽ കുഴഞ്ഞ് എപ്പോഴും ഞാൻ ഉണ്ടാക്കണം അത്രയും ആയില്ലെങ്കിലും കുറച്ചൊക്കെ ഒന്ന് കുഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആ ഒരു കഴിച്ച ടൈമിൽ അത് ഭയങ്കര കുഴഞ്ഞ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം അപ്പം നല്ല ചൂടായിരുന്നു. പിന്നെ ചൂടൊക്കെ ആയിരുന്നു നമ്മൾ രാത്രി കഴിക്കാൻ നേരത്ത് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേറെ എന്ത് മറന്നാലും ഉപ്പിടാൻ ഒരിക്കലും മറക്കരുത്. അത് ഭയങ്കര ട്രാജഡി ആയി പോകും കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള അപ്പങ്ങളൊക്കെ ചുട്ടെടുത്തു. പിന്നെ പയറായിരുന്നു കറിയായിട്ട്, അതും ഒലുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിണ്ടായിരുന്നു ഒന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അവൾക്ക് ചായ കുടിച്ചിട്ട് ധൃതിക്ക് ക്ലാസ്സിന് പോകണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇരിക്കാൻ പോലും സമയമില്ലാണ്ട് നിന്നുകൊണ്ട് ചായയൊക്കെ കുടിച്ചിട്ട് അവൾ പോകുന്നുണ്ട്. വീഡിയോസ് കൂടുതലും കാണുന്നത് എന്റെ അടുത്ത് പറയും, നിന്റെ താത്താടെ വീഡിയോയിൽ നിന്നെ കണ്ടായിരുന്നു ആ കോലത്തി ഈ കോലത്തിൽ. എടി നിന്ന് ഞാൻ കൊള്ളൂല. അപ്പോൾ അവൾ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അവൾക്കൊരു ചെറിയ ചാനലുണ്ട്. അപ്പോൾ അവളുടെ ചാനലിൽ അവളുടെ ഫ്രണ്ട്സ് കാണുന്നേക്കാൾ കൂടുതൽ എൻ്റെ ചാനലിലാണ് കാണുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല കോലത്തിലൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ അവൾ പറയണതായിരുന്നു കേട്ടോ. അങ്ങനെ അവൾ നിന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് അവൾ പോയി. അത് കഴിഞ്ഞ് നമുക്കൊരു കേക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഇതൊരു 1.5 കിലോ വരുന്ന ഒരു വാനിലയാണോ വൈറ്റ് ഫോറസ്റ്റ് ആണോ എന്ന് ഞാൻ ഓർക്കണില്ല കേട്ടോ. കാരണം കുറച്ച് ദിവസമായിട്ടുള്ള കേക്കായിരുന്നു. എന്തായാലും വാനില സ്പഞ്ച് വെച്ചിട്ടുള്ള ഒരു കേക്കായിരുന്നു. ഒന്നല്ലെങ്കിൽ വാനില അല്ലെങ്കിൽ വൈറ്റ് ഫോറസ്റ്റ്. അങ്ങനെ നമ്മൾ കേക്കിൻ്റെ ബാറ്ററൊക്കെ റെഡിയാക്കി ഓവനിലേക്ക് അത് വെച്ച് കൊടുത്തു. അത് വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേറൊരു കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ചെയ്ത് ഓവനിലേക്ക് വെക്കുന്ന കേക്ക് നമുക്ക് അന്ന് തന്നെ കൊടുക്കാനുണ്ടായിരുന്ന കേക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 1.5 കിലോയുടെ ഒരു റെക്റ്റാങ്കിൾ കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു. നമ്മുടെ അടുത്തുള്ള കോളേജിലേക്ക് ഫെയർവെല്ലിന് വേണ്ടിയിട്ടുള്ള കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അത് അത്ര ധൃതിയായിട്ട് കൊടുക്കണമെങ്കിൽ പോലും ആദ്യം തന്നെ അത് ബേക്ക് ചെയ്യാൻ വെച്ചത് വേറെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ അന്ന് തന്നെ കൊടുക്കേണ്ട കേക്കായിരുന്നു. അപ്പോൾ പിന്നെ ഇത് ഡിസൈൻ ചെയ്യലും ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ടൈം ലേറ്റ് ആവും. പിന്നെ കേക്ക് സെറ്റ് ആവാനുള്ള ടൈമും കുറയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആദ്യം തന്നെ ഭയങ്കര ധൃതിക്ക് പിള്ളേർ മദ്രസയിൽ വിടണതിൻ്റെ ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ വേഗം തന്നെ അത് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ പിള്ളേരെ കൊണ്ടുവന്ന് വിട്ടതിന് ശേഷമാണ് കേട്ടോ ഈ കേക്ക് ചെയ്യണത്. ഇത് നമുക്ക് കോളേജിൽ ഡെലിവറി ചെയ്ത് കൊടുക്കണമായിരുന്നു. സത്യം പറഞ്ഞാൽ ഡെലിവറി ചെയ്ത് കൊടുക്കേണ്ട കേക്ക് അല്ലായിരുന്നു. അവർ വന്നെടുത്തോളാമെന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ 8 മണിയാകുമ്പോൾ വന്നെടുക്കും. അപ്പോൾ ആ ടൈമിൽ കൊടുക്കൽ കുറച്ച് റിസ്ക് ആയതുകൊണ്ട് തന്നെ, കാരണം പിള്ളേർ മദ്രസയിൽ വിടലും എല്ലാം കൂടെ ചെയ്യൽ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ എത്ര മണിക്കാണ് കട്ട് ചെയ്യണത്. അപ്പോൾ ആ കട്ട് ചെയ്യണ സമയമാകുമ്പോഴത്തേക്കും ഞാൻ കോളേജിൽ എത്തിച്ച് തന്നോളാം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒരു 10 മണിയാകുമ്പോഴേ കട്ട് ചെയ്യുള്ളൂ എന്നപ്പോഴത്തേക്ക് എത്തിച്ച് തന്നാൽ എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. അല്ലെങ്കിൽ അവർ വന്ന് എടുത്തോളുമായിരുന്നു. അങ്ങനെ അതും കൊടുത്തു കഴിഞ്ഞിട്ട് മറ്റേ കേക്ക് ബേക്ക് ആവണ ടൈം കൊണ്ട് നമുക്ക് വേറെ ഒരു 1/2 kg ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ സ്പഞ്ചും കൂടെ റെഡിയാക്കി കേട്ടോ. ഇതിങ്ങനെ കാണുമ്പോൾ വലിയ കേക്കായിട്ട് തോന്നും. സത്യം പറഞ്ഞാൽ ഒരു 5 ഇഞ്ചിൻ്റെ പാനിലുള്ള കേക്കാണ് കേട്ടോ. ടോട്ടൽ 1/2 kgയുടെ ബാറ്ററാണ്. അപ്പോൾ ആ കേക്ക് പിറ്റേന്ന് കൊടുക്കാനുള്ളതായിരുന്നു. അതും അന്ന് കൊടുക്കണമെന്ന് പറഞ്ഞതായിരുന്നു. പക്ഷേ പെട്ടെന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വിളിച്ചു പറഞ്ഞു നാളെ മതിയെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ധൃതി പിടിച്ച് ചെയ്തുകൊണ്ട് തന്നെ ആ പണി കഴിഞ്ഞു. പിന്നെ അതിന് വേണ്ടി പണിയാൻ നിൽക്കണ്ടല്ലോ. അങ്ങനെ അത് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള പണിക്കൊക്കെ വേണ്ടി തുടങ്ങും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിള്ളേരെ മദ്രസ കൊണ്ടുവന്ന് വിട്ടു വന്ന സമയത്ത് ഞാൻ ചിക്കൻ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കൊണ്ടുവന്നിട്ട് ചിക്കൻ കഴുകലെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പണിയാട്ടോ. കുറേ ടൈം എടുത്ത് കഴുകണതാണ് ചിക്കൻ. ഞാൻ ഒരുമിച്ച് കഴുകൂല. ആദ്യം തന്നെ അതിനകത്തുനിന്നുള്ള വേസ്റ്റ്, കരൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് മാറ്റും. അത് കഴിഞ്ഞിട്ട് ഓരോന്ന് സെപ്പറേറ്റ് കഴുകിയതിന് ശേഷം ഒന്നും കൂടെ ഒരുമിച്ച് കഴുകിയെടുക്കും കേട്ടോ. അല്ലെങ്കിൽ എനിക്കൊരു തൃപ്തിയാവില്ല. കാരണം എവിടെയെങ്കിലും ഒരു ചോരയുടെ ഒരു ഇച്ചിരി ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കാനേ തോന്നില്ല. അപ്പോൾ ഓരോന്ന് നമ്മൾ കഴുകി മാറ്റിയൊക്കെയാണെങ്കിൽ പിന്നെ വലിയ പാടായിട്ട് എനിക്ക് തോന്നാറില്ല കേട്ടോ. പിന്നെ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ വലിയ റിസ്ക്കും ഇല്ലല്ലോ. അങ്ങനെ ഓരോന്ന് ക്ലീൻ ആക്കിയിട്ട് പിന്നെ ഒരുമിച്ച് അങ്ങോട്ട് കഴുകി വെക്കും. ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഞാൻ സ്പീഡും ആക്കിയതുകൊണ്ട് വളരെ പെട്ടെന്ന് കഴിയും. സത്യം പറഞ്ഞാൽ ഒരു 1/4 മണിക്കൂറോളം എടുക്കണ്ടാകും ഈ നമ്മൾ ചിക്കൻ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് തന്നെ കുറച്ച് ബ്രസ്റ്റ് പീസും ഒക്കെ മാറ്റുന്നുണ്ട്. കാരണം കുറച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കി ബിരിയാണി ആയിട്ട് വയ്ക്കാനായിട്ടോ. സാധാരണ ഞാൻ കൂടുതലും നെയ്ച്ചോറും വേറെ സെപ്പറേറ്റ് ചിക്കൻ കറി ആയിട്ടാണ് വയ്ക്കൽ. അപ്പോഴാണ് ഉമ്മാക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ഒക്കെ ചെയ്താണ് കറി വയ്ക്കൽ. ഇതെന്ന് പറഞ്ഞാൽ ബിരിയാണി ആയിട്ട് ഒരുമിച്ച് വയ്ക്കണതുകൊണ്ട് പിന്നെ ഫ്രൈ ചെയ്യാൻ നിന്നിട്ടില്ല. പിന്നെ ചോറുണ്ടാക്കി കഴിയുമ്പോൾ കുറച്ച് നെയ്ച്ചോറായിട്ട് മാറ്റി വെച്ചാൽ മതിയല്ലോ. പിന്നെ ദമ്മിടണേക്ക് മുമ്പ് കുറച്ച് കറി പോലെ ചാറായിട്ട് കുറച്ച് അങ്ങനെ എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ ഉണ്ടാക്കാൻ തുടങ്ങിയത്.
അങ്ങനെ കറി വെക്കാനല്ല സോറി, നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് മുളകൊക്കെ തിരുമ്മി വെക്കുന്നുണ്ട്. അപ്പോൾ മുളകൊക്കെ തിരുമ്മി ഇരിക്കുന്ന ടൈം കൊണ്ട് അത് കുറച്ചെങ്കിലും ചിക്കനിലേക്ക് പിടിച്ചോളൂല്ലോ. അല്ലെങ്കിൽ തന്നെ ബിരിയാണിയിൽ ചിക്കനൊക്കെ വെളുത്ത് ഇങ്ങനെ മുളകൊന്നും ഇല്ലാത്ത പോലെ ആയിരിക്കും, എരിവൊന്നും ഇല്ലാത്ത പോലെ ആയിരിക്കും ഇരിക്കണത്. അപ്പോൾ കുറച്ചെങ്കിലും ഒന്ന് സെറ്റ് ആവുകയാണെങ്കിൽ പിന്നെ നമുക്ക് മസാലയിലേക്ക് ഒരുപാട് മുളകൊന്നും ചേർക്കും വേണ്ട, ചിക്കനിലുള്ള മുളക് അതിലേക്ക് പിടിച്ചോളൂല്ലോ. അപ്പോൾ മസാലയിലേക്ക് പിന്നെ കുറച്ച് ഗരം മസാലയും മഞ്ഞൾപ്പൊടി മാത്രം ചേർത്താൽ മതി. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടി അത് അങ്ങനെ ചെയ്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ ചെറിയ ചെറിയ പീസാക്കുന്നുണ്ട് കേട്ടോ. കാരണം ഒരുപാട് വലിയ പീസാക്കിയാൽ ഉള്ളൊന്നും വേവാതെ പെട്ടെന്ന് തന്നെ കളറൊക്കെ മാറിയ പോലെ ആവുമല്ലോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അത് മസാലയൊക്കെ തിരുമ്മി വയ്ക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, കുരുമുളക് പൊടി, കോൺഫ്ലോർ, ഉപ്പ്, ഇത്രയും സംഭവങ്ങൾ ഇട്ടിട്ടാണ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല തിരുമ്മണം കേട്ടോ. നേരത്തെയൊക്കെ ഞാൻ തക്കാളിയും കൂടെ പേസ്റ്റാക്കി ഇതിൽ ചേർക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചിക്കന്. പക്ഷേ തക്കാളി ചേർക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ ചിക്കൻ കരിഞ്ഞ് പിടിക്കണം ആരെങ്കിൽ തോന്നാറുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ഹോട്ടലിലൊക്കെ ഫ്രൈ ചെയ്യണം, അതിൽ ഒരുപാട് എണ്ണയൊക്കെ ഒഴിച്ച് ഫ്രൈ ചെയ്യേണ്ടി വരും. അവർക്ക് ഒരുപാട് എണ്ണ ഒഴിക്കണതിന് കുഴപ്പമില്ലല്ലോ, 1-2 വരെയൊക്കെ ആ എണ്ണ യൂസ് ചെയ്യാം. നമ്മൾ പക്ഷേ വീട്ടിൽ അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ കൂടിപ്പോയ 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യമൊക്കെ ഞാൻ പൊരിക്കും. അതിൽ കൂടുതലൊന്നും നമ്മൾ എടുക്കൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരുപാട് എണ്ണ ഒഴിക്കാനും പറ്റൂല. അപ്പോൾ വളരെ കുറച്ച് എണ്ണയിൽ മാത്രം പൊരിച്ചെടുക്കണം. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തക്കാളി ചേർക്കൽ നിർത്തി. എന്നാലും കോൺഫ്ലോറൊക്കെ ചേർക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് കേട്ടോ. അങ്ങനെ അതിൻ്റെ മസാലയൊക്കെ തിരുമ്മിയിട്ട് അതൊരു ടിന്നിലേക്കായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. കാരണം ഉച്ചയ്ക്ക് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നില്ല. കാരണം ബിരിയാണിയിൽ ചിക്കൻ ഉണ്ടല്ലോ ഓൾറെഡി. പിന്നെ നമ്മൾ എന്തായാലും സാലഡ് ഉണ്ടാക്കും, അച്ചാറൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ വെറുതെ ചിക്കനും കൂടെ ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഏതെങ്കിലും ഒരു നേരം രാത്രിയോ അല്ലെങ്കിൽ നാളെ പിറ്റേ ദിവസം സാധാ ചോറിൻ്റെ കൂടെയെങ്കിലും ഫ്രൈ ചെയ്ത് കൊടുക്കാമല്ലോ പിള്ളേർക്ക്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോറ് കഴിച്ചോളൂല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ പിന്നെ അന്നത്തെ ദിവസം എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കടയിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സവാളയൊക്കെ കുറവായിരുന്നു. ഉള്ള സവാള ഉമ്മ കറിക്ക് വേണ്ടിയിട്ട് ബിരിയാണിക്ക് വേണ്ടിയിട്ട് അരിഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ബാക്കി സാലഡിനും അതേപോലെ ചോറിനുള്ള സവാളയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ തക്കാളി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അതൊക്കെ പോയി വാങ്ങിക്കൊണ്ട് വന്നു. പിന്നെ ഞാനിപ്പോൾ ഈ ഊറ്റണ വെളിച്ചെണ്ണ മാത്രമേ ആകെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഉള്ള വെളിച്ചെണ്ണ അങ്ങോട്ട് ഊറ്റി അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അതിന് തന്നെ സവാളയൊക്കെ വാട്ടിയെടുക്കുന്നുണ്ട്. എല്ലാവരും ബിരിയാണി വെക്കണം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ സവാള ഇട്ടതിന് ശേഷമാണ് പിന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കാൻ വേണ്ടി നിന്നേട്ടോ. ഈ ഒരു ചതയ്ക്കണ കല്ല് ഞാൻ പുതുതായിട്ട് വാങ്ങിച്ചതാട്ടോ. ആദ്യമായിട്ടാണ് ഇതിനകത്ത് ചതയ്ക്കാൻ വേണ്ടി എടുക്കണത്. പക്ഷേ ചതച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ചതയ്ക്കുണ്ടാകുന്നു. കാരണം ഈ വളരെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രം ചതച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഈ വളരെ കുറച്ച് മാത്രം മതിയല്ലോ ഞങ്ങൾക്ക്. അപ്പോൾ ഈ ചെറിയ ജാറിലേക്ക് ഇടുമ്പോൾ ഒട്ടും അരഞ്ഞ് കിട്ടാറില്ല. അപ്പോൾ അതിനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇത് വാങ്ങിച്ചതാട്ടോ. പക്ഷേ ഇതിനകത്ത് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ അധികം പച്ചമുളകും കൂടെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ടാൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ചെറിയ ചെറിയ പീസ് പോലെ കിടക്കണ്ടായിരുന്നു. അപ്പോൾ ആ ഇഞ്ചിയുടെ പീസിൽ നമ്മൾ ചോറ് തിന്നതിൻ്റെ ഇടയ്ക്ക് കയറി കടിക്കുമ്പോൾ പിന്നെ ഭയങ്കരമായിട്ട് ഓക്കാനം വന്ന് ചോറയും അടുത്ത് പോയിട്ടുള്ളൊരവസ്ഥയായിരുന്നു കേട്ടോ. ഈ പച്ചമുളക് ഇങ്ങനെ കിടന്നാലും പ്രശ്നമില്ല, കാരണം നമ്മൾ പച്ചമുളക് കാണുമ്പോൾ അറിയാമല്ലോ നമ്മൾ കഴിക്കൂല. പക്ഷേ ഇഞ്ചി അറിയാതെ എന്തായാലും കഴിച്ചു പോകും. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരുമിച്ച് ചതയ്ക്കുമ്പോൾ മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ട് ചതയ്ക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മാത്രമുള്ളപ്പോൾ മാത്രം കല്ല് യൂസ് ചെയ്യാം. പിന്നെ വല്ല ചമ്മന്തി അരിക്കുമ്പോൾ ഒക്കെ എടുക്കാം എന്ന് വിചാരിച്ച് അതോടെ ഒരു സൈഡിൽ മാറ്റി വെച്ചു. പിന്നെ ഒരു തക്കാളിയും കൂടെ നീളത്തിൽ അരിഞ്ഞു കൊടുത്ത് അതും അതിനകത്തേക്ക് ഇട്ടിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് തീ കുറച്ച് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബട്ട് ആ ടൈം കൊണ്ട് ഒരു ക്യാരറ്റും കൂടെ അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ സവാളയൊക്കെ വാങ്ങിച്ച സമയത്ത് ആകെ ഒരേ ഒരു ക്യാരറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ക്യാരറ്റിനൊന്നും വലിയ ചിലവില്ല. സാമ്പാർ വയ്ക്കുമ്പോഴും ഒരു ചെറിയ ക്യാരറ്റ് മാത്രം ഞാൻ നോക്കി വാങ്ങും. അങ്ങനെ അപ്പോൾ ഇത് സാലഡിനും അതേപോലെ നമ്മൾ ചോറുണ്ടാക്കുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഇടാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ക്യാരറ്റ് വാങ്ങിച്ചത്. അപ്പോൾ അത് ഗ്രേറ്ററിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചോറുണ്ടാക്കാൻ വേണ്ടി തുടങ്ങും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള പാത്രം ഇതാണ്. കുറച്ച് വലുതായി ഇപ്പോൾ വാങ്ങിച്ചപ്പോൾ കുറച്ചും കൂടെ വട്ടം കുറഞ്ഞത് മതിയായിരുന്നു എന്ന് എനിക്ക് പിന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി പിന്നെ തോന്നിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇച്ചിരി കൂടെ വലിയ പാത്രമാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കി ചിക്കനൊക്കെ റെഡി ആക്കി കഴിഞ്ഞാൽ ചോറ് വേറൊരു പാത്രത്തിലുണ്ടാക്കി മസാലയുടെ മുകളിലിട്ട് തട്ടായിരുന്നു. പക്ഷേ നമ്മൾ മസാല ഉണ്ടാക്കിയ പാത്രം ചെറുതായിപ്പോയി, ചോറുണ്ടാക്കിയ പാത്രം വളരെ വലുതായിപ്പോയി. അപ്പോൾ പിന്നെ ചോറിൻ്റെ പാത്രത്തിൽ നിന്ന് ചോറ് ഒഴിവാക്കിയിട്ട് പിന്നെ മസാല അതിനകത്തേക്ക് ഇട്ടിട്ട് വീണ്ടും ചോറൊക്കെ ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ്. പിന്നെ ചോറിടാൻ വേറെ പാത്രം ഉണ്ടാക്കണം, അത് കഴുകാൻ നിൽക്കണം. അപ്പം ഞാൻ വിചാരിച്ചു മസാലയുടെ മുകളിലേക്ക് തന്നെ ചോറിന് നിർബന്ധമൊന്നുമില്ലല്ലോ, ചോറിൻ്റെ മുകളിലേക്ക് മസാല ഇട്ടാലും എന്തായാലും ദമ്മിട്ടാൽ മതിയല്ലോ, ഒരുമിച്ചായി കഴിയുമ്പോൾ ബിരിയാണി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ചോറിൻ്റെ പാത്രത്തിൽ തന്നെ ചോറൊക്കെ റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ നടുക്കൊരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് മസാല ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി ദം ചെയ്തെടുത്തു കേട്ടോ. മിക്സാക്കിയൊക്കെ അതൊന്നും പറയാതിരിക്കുകയാണ് ഭേദം. അങ്ങനെ മസാല ഉണ്ടാക്കി അവിടെ റെഡിയാക്കി വെച്ചിട്ട് ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളമൊന്നും ഒഴിച്ചില്ല കേട്ടോ. അത് വേവാൻ വേണ്ടി മൂടി വെച്ച ടൈം കൊണ്ട് ഇപ്പുറം നമ്മൾ ചോറിനുള്ള സവാളയൊക്കെ വാട്ടിയെടുക്കുന്നുണ്ട്. ആദ്യം തന്നെ സവാളയും കുറച്ച് നട്ട്സും അതേപോലെ മുന്തിരിയൊക്കെ നമ്മൾ വറുത്തെടുത്തു.
വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് അതേ ഓയിലിലേക്ക് തന്നെ വീണ്ടും വളരെ കുറച്ച് സവാള മാത്രം ഇട്ടിട്ടാണ് പിന്നെ നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുത്തത്. അപ്പോൾ സവാള വാടുന്ന ടൈം കൊണ്ട് നമ്മൾ സാലഡിനുള്ള മനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാലഡിനുള്ള സവാള മാത്രം അരിയണ്ട, അത് ഞാൻ ചോപ്പറിൽ ചോപ്പ് ചെയ്തോളാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ സമയം കൊണ്ടൊന്ന് അരിഞ്ഞെടുത്തു. അത് കഴിഞ്ഞ് അതൊക്കെ ഒന്ന് റെഡിയാക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, സവാള വാടുന്നത് വരെ. അങ്ങനെ ആ സവാള അരിഞ്ഞെടുത്തിട്ട് കുറച്ച് ക്യാരറ്റ് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചോറിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട്. അപ്പോൾ ആ ക്യാരറ്റും ഇട്ട് കുറച്ച് പച്ചമുളക് അരിഞ്ഞിട്ട് തക്കാളിയൊക്കെ ഇട്ട് അങ്ങനെ സാലഡ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൈര് ഒഴിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ആദ്യം വിചാരിച്ചത്, പക്ഷേ തൈര് നോക്കിയപ്പോൾ ഞാൻ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, ചിക്കനിൽ മസാല വരട്ടാനൊക്കെ എടുത്തുല്ലോ. അപ്പോൾ വളരെ കുറച്ച് ഇട്ടിട്ട് പിന്നെ ബാക്കി വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ കുളമായി പോവും. അതുകൊണ്ട് ഞാൻ വിനാഗിരി ഒഴിച്ചായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു, ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ അരി ഇട്ടപ്പോൾ ആദ്യം തന്നെ ആ നെയ്യിലൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം വെള്ളം ഒഴിക്കുകയാണെങ്കിൽ, തിളച്ച വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ചോറിന്. അല്ലാതെ വെറുതെ തിളച്ച വെള്ളത്തിലേക്ക് അരി ഇട്ട് കൊടുക്കണേക്കാളും നല്ലത് അങ്ങനെയായിരിക്കും കേട്ടോ. അങ്ങനെ ചോറൊക്കെ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞിട്ട് ഉമ്മാക്ക് വേണ്ടിയിട്ട് കുറച്ച് ചോറും കറിയും മാത്രമായിട്ട് അങ്ങനെ മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ഉപ്പിട്ട് മിക്സ് ചെയ്യണതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നല്ലോ. ഈ ദമ്മിടലൊക്കെ കഴിഞ്ഞ് വായിൽ വെച്ച് നോക്കിയപ്പോഴാണ് ഉപ്പൊട്ടും ഇട്ടിട്ടില്ല എന്ന് മനസ്സിലായത്. അത് ഭയങ്കര എനിക്ക് വിഷമം ഉണ്ടാക്കുന്ന സംഭവമായി പോയിട്ടോ. കാരണം ബിരിയാണി വളരെ അപൂർവമായിട്ട് മാത്രമേ ഇവിടെ ഉണ്ടാക്കാറുള്ളൂ, കൂടുതലും നെയ്ച്ചോറും കറിയാണ്. അങ്ങനെ ആറ്റുനോറ്റ് ബിരിയാണി തിന്നാൻ ഞാനും പിള്ളേരും കൊതിച്ചുണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേ അവസ്ഥയായി. പക്ഷേ ഉച്ചയ്ക്ക് തിന്നപ്പോഴാണ് പ്രശ്നം ഉണ്ടായുള്ളൂ, അവർ ചൂടോടെ കഴിച്ചപ്പോൾ. വൈകിട്ട് രാത്രി ആയപ്പോൾ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല സെറ്റായിട്ട് വലിയ കുഴഞ്ഞ പോലെ ഒന്നും ആവാതിരിക്കണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ചൂടോടെ കഴിച്ചിട്ട് നല്ല ശരിക്കും കുഴഞ്ഞ പോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പോയി, എപ്പോഴും ഉണ്ടാക്കും പോലെ തന്നെ ആയി പോയില്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഉമ്മാക്ക് എടുത്ത് വെച്ച് നെയ്ച്ചോറും കഴിച്ചു. പിന്നെ എനിക്കും ഈ പിള്ളേർക്കും മാത്രമാണ് ഇത്രയും ബിരിയാണി ഉണ്ടാക്കിയെന്ന് ആരും വിചാരിക്കേണ്ട. എന്തായാലും ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ വീട്ടിലേക്കും എന്തായാലും കൊടുക്കും. വീട്ടിലും അതുപോലെ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കി ഇങ്ങോട്ട് തരും. അപ്പോൾ അതിന് അത്തച്ചിക്കും അമ്മച്ചിക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും അധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർക്കും കൊടുത്തു, നമ്മളും കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം.